Dear students, welcome to Learner's World. In this video, I'm going to talk about the fourth state of matter by Joan Bede, FAUGP AC English Advanced English Language Skill for Science, second semester, Calcutta University. Joan Bede is an American essayist. Bede previously worked as a managing editor for Physics Journal at the University of Iowa and was a colleague of the victims of the University of Iowa shooting, which became a subject for her work. ജോ ആൻ ബീഡ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ എസ്സേയിസ്റ്റ് ആണ്. അവർ ഫിസിക്സ് ജേർണലിൻ്റെ മാനേജിങ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് അയോവയിൽ. ആ ഒരു സമയത്താണ് അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് അവിടുത്തെ കോളേജിനെയും സ്റ്റാഫിനെയും ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അത് പിന്നീട് ജോ ആൻ ബീഡിൻ്റെ വർക്കിൽ സബ്ജക്റ്റായിട്ട് മാറിയെന്നാണ് പറയുന്നത്. ദെൻ സമ്മറി ഓഫ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. It is a 1996 essay by Joan Bede published in the New Yorker that explores grief, loss and resilience in the aftermath of a workplace shooting. 1996 ഉള്ള ഒരു essay ആണ് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ബൈ ജോആൻ ബീഡ്. ദ ന്യൂയോർക്കറിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് ഗ്രീഫ്, ലോസ്, റെസിലിയൻസ് ഒക്കെയാണ്. അതായത് ഈ ഒരു വർക്ക് പ്ലേസിൽ ആ ഒരു ഷൂട്ടിംഗ് നടന്നതിന് ശേഷം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ലോസ്, ഗ്രീഫ്, റെസിലിയൻസ് ഒക്കെയാണ് ഇതിൽ തീമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. The essay is set at the University of Iowa, where Bede worked as an editor for the Space Physics Department's monthly publication. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എസ്സേയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് അയോവ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെയാണ് ജോആൻ ബീഡ് വർക്ക് ചെയ്തിരുന്നത് ഒരു എഡിറ്ററായിട്ട്. ആ ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്ലി പബ്ലിക്കേഷൻ്റെ ഒരു എഡിറ്ററായിട്ടായിരുന്നു ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നത്. The essay explores themes of loss and resilience. It also explores the theme of complexity of physical world and the technicalities of science. ഈ ഒരു എസ്സേ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് ലോസ്, അതുപോലെ റെസിലിയൻസ് ഒക്കെയാണ്. അതുപോലെ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഫിസിക്കൽ വേൾഡിൻ്റെ കോംപ്ലക്സിറ്റി, അതുപോലെ സയൻസിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ദ എസ്സേ ഓൾസോ എക്സ്പ്ലോർസ് ബീഡ്സ് ഫെയിലിംഗ് മാരേജ് ആൻഡ് ഹെർ കെയർ ഫോർ ഹെർ ഡൈയിങ് ഡോഗ്. അതുപോലെ ഈ ഒരു എസ്സേ എക്സ്പ്ലോർ ചെയ്യുന്നത് ജോആൻ ബീഡിൻ്റെ ഫെയിലിംഗ് മാരേജ്, അതായത് പരാജയപ്പെട്ടിട്ടുള്ള ദാമ്പത്യം, അതുപോലെ അവരുടെ ആ ഒരു ഡൈൻ ഡോഗ്, അതായത് മരിച്ച ആ ഒരു ഡോഗ്, അതായത് ഏജ് ആയിട്ടുള്ള ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കെയറിങ് ഇതൊക്കെയാണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ദ എസ്സേസ് ടൈറ്റിൽ റെഫേഴ്സ് ടു ദ കോൺസെപ്റ്റ് ഇൻ ഫിസിക്സ് ഓഫ് ദ ഫോർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ടൈറ്റിൽ റെഫർ ചെയ്യുന്നത് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ റെഫർ ചെയ്യുന്നത് ഫിസിക്സിലെ ഒരു കോൺസെപ്റ്റാണ്. ഫോർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ. ബീഡ് യൂസസ് ദിസ് കോൺസെപ്റ്റ് ആസ് എ മെറ്റഫർ ടു എക്സ്പ്ലോർ ഹെർ ഓൺ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ്, പെർട്ടിക്കുലർലി ഹെർ സ്ട്രഗിൾസ് വിത്ത് ഐഡൻറ്റിറ്റി, റിലേഷൻഷിപ്പ് ആൻഡ് ട്രോമ. അപ്പോൾ ഈ ഒരു ഫിസിക്സിലെ ഈ ഒരു കോൺസെപ്റ്റ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത് ഉപയോഗിച്ചിരിക്കുകയാണ് അത് ചെയ്തിട്ടുള്ളത്. തൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉള്ള എക്സ്പീരിയൻസസ്, ഐഡൻറ്റിറ്റി, സ്ട്രഗിൾസ്, റിലേഷൻഷിപ്പ്, ട്രോമ, ഇതിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. The investigate the violent shooting perpetrated by Gang Lu, a disgruntled physics student in the department, against 5 colleagues before Lu died by suicide. അപ്പോൾ ഈ ഒരു എസ്സേയിൽ പറയുന്ന ഒരു ട്രാജഡി എന്ന് പറയുന്നത് ഒരു വയലൻറ്റ് ഷൂട്ടിംഗ് നടത്തിയിരിക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റ്, യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ഗാങ് ലു, അവനൊരു ഡിസ്ഗ്രണ്ടിൽഡാണ്, അതായത് ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫിസിക്സ് സ്റ്റുഡൻ്റാണ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻ്റാണ്. ഒരുപാട് കൊളീഗ്സിനെയും അതുപോലെ സ്റ്റാഫിനെയും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവൻ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ്. ദ എസ്സേ ബിഗിൻസ് വിത്ത് ബീഡ്സ് അക്കൗണ്ട് ഓഫ് എ ഡെയിലി റൂട്ടീൻ ആസ് എ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ ഒരു എസ്സേ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ജോആൻ ബീഡിൻ്റെ ഡെയിലി ലൈഫ്, ഡെയിലി റൂട്ടീൻ, ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഉള്ള
ഉള്ള ഒരു ഡെയിലി റുട്ടീൻ കാണിച്ചുകൊണ്ടാണ്. ഷീ ഈസ് കെയറിങ് ഫോർ ഹെർ ഏജ്ഡ് ഡോഗ്, ഡീലിംഗ് വിത്ത് ദ എൻഡ് ഓഫ് എ മാരേജ് ആൻഡ് ഫീലിംഗ് ലോൺലി ആൻഡ് സ്റ്റക്ക്. അവരുടെ ഏജിങ് ഡോഗ്, വയസ്സായിട്ടുള്ള ഒരു ഡോഗ് ഉണ്ട്, അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിത് ബിഗിൻ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. അത് അവരുടെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നതിലേക്ക് ആണ് നയിക്കുന്നത്. അതുപോലെ അവർക്കൊരു ഫീലിംഗ് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻട്രാക്ഷൻസ് അറ്റ് വർക്ക് പ്രൊവൈഡ് എ സെൻസ് ഓഫ് റുട്ടീൻ. അതുപോലെ തന്നെ അവരുടെ വർക്ക് പ്ലേസിലുള്ള ഇൻട്രാക്ഷൻസ്, കോൺവെർസേഷൻസ്, അവരുടെ കൊളീഗ്സ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് അവരുടെ ഒരു റുട്ടീനാണ്. ഷീ ഡിസ്ക്രൈബ്സ് ഹർ കൊളീഗ്സ് വാംലി വിത്ത് ഹ്യൂമർ ആൻഡ് അഫെക്ഷൻ. അവർ കൊളീഗ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വളരെ വളരെ രസകരമായിട്ടുള്ള രീതിയിലും അതുപോലെ നല്ല അഫെക്ഷൻ, നല്ല സ്നേഹത്തോടെയൊക്കെയാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവരുടെ വർക്ക് പ്ലേസിൽ. ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹർ പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ദ സ്റ്റഡി റിതം ഓഫ് എ വർക്ക് പ്ലേസ്. ഇതൊരു കോൺട്രാസ്റ്റ്, ഒരു ഡിഫറൻഷിയേഷൻ നടത്തുന്നുണ്ട്. അതായത് ഒരു വ്യത്യാസം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അവരുടെ പേഴ്സണൽ ഡിഫിക്കൽട്ടീസും അതുപോലെ വർക്ക് പ്ലേസിലുള്ള ആ ഒരു സ്റ്റഡി റിതം തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദി സെൻസ് ഓഫ് നോർമാലിറ്റി ഈസ് ഷാറ്റേർഡ് ബൈ എ ട്രാജിക് ഇവൻറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ആ ഒരു നോർമൽ ലൈഫ് ഷാറ്റേർഡ് ആയിട്ടുള്ളത് ഒരു ട്രാജിക് ഇവൻറ്റിലൂടെയാണ്. A troubled graduate student, Gang Lu, brings a gun to the department and kills several faculty members and staff. അതായത് ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ഉണ്ട്, ഗ്യാങ് ലു ആണ് അവൻ്റെ പേര്. അവനൊരു ഗണ്ണ് കൊടുത്തിട്ട് അവനെ അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും സ്റ്റാഫിനെയും ഒക്കെ കില്ല് ചെയ്യാണ്, ഷൂട്ട് ചെയ്തിട്ട്. ദ ട്രാജഡി ഫോഴ്സസ് ഹർ ടു കൺഫ്രണ്ട് ദ അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ലൈഫ്. അതുവരെ വളരെ സ്മൂത്തായിട്ട് ഒരു നോർമലായിട്ട് പോയിരുന്ന അവരുടെ ആ ഒരു വർക്ക് പ്ലേസ് പെട്ടെന്ന് ഒരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാജഡി ആൻബീഡിനെ എന്താക്കി മാറ്റി? അതായത് ലൈഫിൻ്റെ ആ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചറിനെ നേരിടാൻ അവളെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ദ എസ്സേ എക്സ്പ്ലോർസ് ഹൗ പീപ്പിൾ കോപ്പ് അപ്പ് വിത്ത് ലോസ് വെദർ ഇറ്റ് ഈസ് പേഴ്സണൽ ഓർ ഷെയർഡ്. അതുപോലെ ഈ ഒരു എസ്സേ എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ് ആളുകൾ നഷ്ടത്തിൽ അതിജീവിക്കുന്നത് എങ്ങനെയാണ്, അത് പേഴ്സണലാണെങ്കിലും ഷെയർഡ് ആണെങ്കിലും. ബീഡ് ഫൈൻസ് കംഫർട്ട് ഇൻ സ്മോൾ മീനിങ്ഫുൾ കണക്ഷൻസ് വിത്ത് ഫ്രണ്ട്സ്, കോവർക്കേഴ്സ് ആൻഡ് ഈവൻ ഹെർ ഡോഗ്സ്. ബീഡ് പിന്നീട് കംഫർട്ട് കണ്ടെത്തിയിരുന്നത് ചെറിയ കാര്യങ്ങളിലാണ്, അതായത് മീനിങ്ഫുൾ കണക്ഷൻസിലൂടെയാണ്. ഫ്രണ്ട്സുമായിട്ടും കോവർക്കേഴ്സുമായിട്ടും തൻ്റെ ഡോഗുമായിട്ടും ഒക്കെ ഉള്ള ആ ഒരു കണക്ഷനിലൂടെ, ആ ഒരു മീനിങ്ഫുൾ കണക്ഷനിലൂടെയാണ് ഒരു കംഫർട്ട് കണ്ടെത്തിയിരുന്നത്. She uses plasma, the fourth state of the matter, as a metaphor for instability and transformation. പിന്നീട് അവർ പ്ലാസ്മ യൂസ് ചെയ്തിരുന്നത്, അതായത് പ്ലാസ്മ എന്ന് പറയുന്നത് ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ്, ഫിസിക്സിലൊരു കോൺസെപ്റ്റാണ്. അതൊരു മെറ്റഫറായിട്ടാണ് അവരുടെ ഓൺ ലൈഫിൽ, ഓൺ എക്സ്പീരിയൻസിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെറ്റഫോർ ഫോർ ഇൻസ്റ്റബിലിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇൻസ്റ്റെബിലിറ്റിയും ട്രാൻസ്ഫോർമേഷനൊക്കെ കാണിക്കാനുള്ള ഒരു മെറ്റഫറായിട്ടാണ് ഈ ഒരു പ്ലാസ്മ യൂസ് ചെയ്തിരുന്നത്. ത്രൂ ഔട്ട് ദ എസ്സേ ബീഡ് യൂസസ് ദ മെറ്റഫർ ഓഫ് ദ ഫോർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ടു ഡിസ്ക്രൈബ് ഹെർ ഓൺ എക്സ്പീരിയൻസസ്. അതായത് ഈ എസ്സേയിലുടനീളം അവർ ഈ ഒരു മെറ്റഫർ ഓഫ് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാസ്മ യൂസ് ചെയ്യുന്നുണ്ട് തൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ എസ്സേ ഈസ് എ പവർഫുൾ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഹ്യൂമൻ കണ്ടീഷൻ. മനുഷ്യരുടെ അവസ്ഥയെ കുറിച്ചിട്ട് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എസ്സേ ആണിത്. ത്രൂ ഹെർ സ്റ്റോറി ബീഡ് ഷോസ് us that even in the darkest moments there is always the possibility for transformation and renewal. അപ്പോൾ ഈ ഒരു എസ്സേയിലൂടെ ബീഡ് പറയുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത്, അതായത് നമ്മൾ എത്ര ഡാർക്കസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലാണെങ്കിലും, അതായത് നമ്മളൊരു ഇരുട്ടിലാണെങ്കിലും ദർ ഈസ് ഓൾവേസ് ദ പോസിബിലിറ്റി, അതായത് എപ്പോഴും ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷന്, അതായത് ഒരു ചേഞ്ചിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു റിന്യൂവലിന്, ഒരു പുതുമക്ക്, ഒരു നവീകരണത്തിനുള്ള ഒരു സാധ്യതയുണ്ട്, ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ.